നമസ്കാരം. നമ്മുടെ മനസ്സിനെ പ്രയോജനപ്പെടുത്തി നമ്മുടെ ആഗ്രഹങ്ങൾ അതെത്ര വലുതാണെങ്കിലും ശരി, അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പിണക്കം മിന്നൽ വേഗത്തിൽ മാറ്റിയെടുക്കുവാൻ നിങ്ങളുടെ ഇടത് ഉള്ളം കൈയിൽ ഇനി പറയുന്ന ചിഹ്നം വരച്ചാൽ മാത്രം മതി. ഇത് ചെയ്യുവാൻ യാതൊരു മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ഇടത് ഉള്ളം കൈയിലെ ശുക്രമേടിലാണ് ഇനി പറയുന്ന ചിഹ്നം വരയ്ക്കേണ്ടത്. ഈ ലോക ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും 16 തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും നമുക്ക് വാരിക്കോരി നൽകുന്ന ഗ്രഹമാണ് ശുക്രഭഗവാൻ. അതുകൊണ്ട് തന്നെ ശുക്രഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രേമബന്ധങ്ങൾ വിവാഹത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അങ്ങനെയുള്ള വിവാഹ ജീവിതം മധുരമുള്ളതായി തീരുന്നതുമാണ്. ഇനി നിങ്ങളുടെ സ്നേഹബന്ധം അല്ലെങ്കിൽ പ്രേമബന്ധം ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ചാൽ പോലും ശുക്രഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ സ്നേഹബന്ധം തീർച്ചയായും വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം ശുക്രഭഗവാനെ പ്രേമകാരകൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ശുക്രഭഗവാന് നമ്മുടെ ഉള്ളം കൈയിൽ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനമാണ് ശുക്രമേട് എന്ന് നമ്മൾ പറയുന്നത്. പണം, പേര്, പ്രശസ്തി, പദവി, സ്വന്തമായി വീട്, വാഹനങ്ങൾ, പ്രേമജീവിതം, വിവാഹ ജീവിതം, അങ്ങനെ സകലതിനും അധിപതിയായി വിളങ്ങുന്ന ഭഗവാനാണ് ശുക്രഭഗവാൻ. ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യത്തിനും പ്രത്യേകം ഏഞ്ചൽ നമ്പറുകളും ചിഹ്നങ്ങളുമുണ്ട്. ഇത് ശുക്രന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ശുക്രമേട്ടിൽ നമ്മൾ എഴുതുന്നതിലൂടെ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ്. ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു ചിഹ്നം നിങ്ങളുടെ ലൈഫ് പാർട്ണറെ ആകർഷിച്ചു നേടാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നവർ മാത്രമേ ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തുവാൻ പാടുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ തുണയെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ ആകർഷിച്ച് നേടിത്തരുന്ന ഈ ചിഹ്നം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായി ഈ ചാനൽ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു റേക്കി സിമ്പിൾ വരയ്ക്കുന്ന രീതിയാണ്. ഈ റേക്കി സിമ്പിളിന് നമ്മുടെ ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചത്തിലേക്ക് ചെന്നെത്തിക്കുവാനുള്ള ശക്തിയും ഊർജവുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇൻസ്റ്റൻ്റായി നമുക്ക് റിസൾട്ടും ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഇല്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. ഇനി കുളിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്താവൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഈ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പീരിയഡ്സ് ആയിരിക്കുന്നവർക്ക് മാത്രമല്ല, പുലവാലായ്മയുള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. സ്ത്രീകളാണെങ്കിലും ശരി, അതല്ല പുരുഷന്മാരാണെങ്കിലും ശരി, നിങ്ങളുടെ ഇടത് കൈയിലെ ശുക്രഭഗവാന്റെ ആ ഒരു സ്ഥാനത്താണ് ഈ ചിഹ്നം വരയ്ക്കേണ്ടത്. ഇനി വെള്ളിയാഴ്ച ദിവസം ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ആരംഭിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. ഇനി വെളുത്ത പക്ഷത്തിലെ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ കറുത്ത പക്ഷത്തിലെ വെള്ളിയാഴ്ചയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഏതൊരു വെള്ളിയാഴ്ച ദിവസവും ഇത് ചെയ്യുവാൻ ആരംഭിക്കാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ ഈ ഒരു മെത്തേഡ് ചെയ്താൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. ഇനി വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര വരുന്നത് ഏത് സമയത്താണെന്ന് നോക്കാം. വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുമാണ് ശുക്രഹോര വരുന്നത്. പൊതുവായി എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഈ ഒരു സമയങ്ങളിലാണ് ശുക്രഹോര വരുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ 3 സമയങ്ങളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം ഏതാണോ ആ ഒരു സമയത്ത് ഇനി പറയുന്ന മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ രാത്രിയിൽ 9 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഈ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ ആരംഭിക്കുവാൻ പാടുള്ളൂ. നിങ്ങളുടെ വീട്ടിലിരുന്നോ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ഈ രേഖി ചിഹ്നം ചുവന്ന മഷിയുള്ള പേന കൊണ്ട് മാത്രമേ വരയ്ക്കുവാൻ പാടുള്ളൂ. റെഡ് നിറത്തിലുള്ള പേന
സ്കെച്ച്, മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇത് നിങ്ങളുടെ കയ്യിൽ വരയ്ക്കാവുന്നതാണ്. ഇനി അതിശക്തിയാർന്ന ഈ സിമ്പൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സിമ്പൽ നിങ്ങളുടെ ഉള്ളം കൈയിൽ വരയ്ക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ഉള്ളം കൈയിൽ ശുക്രഭഗവാൻ വസിക്കുന്ന ആ ഒരു ഭാഗത്ത്, അതായത് ശുക്രമേട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അത്തർ പുരട്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പെർഫ്യൂമാണ് ഉള്ളതെങ്കിൽ അതും പുരട്ടാവുന്നതാണ്. അത്തറാണെങ്കിലും ശരി, അതല്ല പെർഫ്യൂം ആണെങ്കിലും ശരി, ഒരുപാട് പുരട്ടേണ്ട ആവശ്യമില്ല. കയ്യിൽ ഒരുപാട് പുരട്ടുമ്പോൾ ഈ ചിഹ്നം അല്ലെങ്കിൽ സിമ്പിൾ കയ്യിൽ വരയ്ക്കുവാൻ പ്രയാസമാകും. ഇനി അത്തർ അല്ലെങ്കിൽ പെർഫ്യൂം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുള്ള അത്തറോ സ്പ്രേയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുള്ളിടത്ത് വശീകരണ ശക്തി വളരെ കൂടുതലായിരിക്കും. അതിനാൽ ജാസ്മിൻ്റെ സുഗന്ധമുള്ള അത്തറോ അല്ലെങ്കിൽ സ്പ്രേയോ ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന ഉള്ളം കൈയുടെ ഈ ഒരു ഭാഗമാണ് ശുക്രൻ്റെ സ്ഥാനം. ആദ്യം തന്നെ ചുവന്ന മഷി കൊണ്ടുള്ള പേന കൊണ്ട് ഒരു ഇൻഡു മാർക്ക് വരയ്ക്കുക. അതിനുശേഷം ആ ഇൻഡു മാർക്കിൻ്റെ മധ്യഭാഗത്തായി ഒരു എസ് കൂടി വരയ്ക്കുക. വളരെ ലളിതമായി വരയ്ക്കാൻ സാധിക്കുന്ന ഒരു ചിഹ്നമാണിത്. തുടർച്ചയായ 21 ദിവസമാണ് ഈ ചിഹ്നം നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇത് ആരംഭിക്കുന്ന ദിവസം മാത്രമാണ് വെള്ളിയാഴ്ച ആകേണ്ടത്. ബാക്കി തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും, അതായത് 21 ദിവസം പൂർത്തിയാകുന്നത് വരെ ഈ സിമ്പൽ വരയ്ക്കേണ്ടതാണ്. ഈ 21 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കുവാനും പാടില്ല. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ഒരു ദിവസമെങ്കിലും മിസ്സായാൽ വീണ്ടും ആദ്യം മുതൽ തന്നെ ഇത് ആരംഭിക്കേണ്ടതാണ്. വീണ്ടും ആരംഭിക്കുമ്പോൾ ആദ്യം വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആരംഭിക്കേണ്ടത്. ആദ്യമായി ഇത് ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ തന്നെ കഴിവതും ഇത് ചെയ്യുവാൻ ആരംഭിക്കുക. ഈ ശുക്രഹോര പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർ മാത്രം വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ രാത്രിയിൽ 9 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് വരച്ചതിന് ശേഷം പുറത്തുള്ള മറ്റാരെങ്കിലും ഈ സിമ്പിളിനെ കുറിച്ച് ചോദിച്ചാൽ വിശദമായി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഒരു ലക്കി സിമ്പിൾ വരച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. അതായത് ഈ ഒരു മെത്തേഡിനെ കുറിച്ച് വിശദമായും പുറത്ത് ആരോടും പറയുവാനും പാടില്ല. ഇനി ആർക്കു വേണ്ടിയാണോ അല്ലെങ്കിൽ ആരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണോ ഈ ഒരു ചിഹ്നം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വരച്ചത്, ആ ഒരു വ്യക്തി ഇത് ഒരു കാരണവശാലും അറിയുവാനും പാടില്ല. ഇനി ആ വ്യക്തി നിങ്ങളുടെ കയ്യിലെ ഈ സിമ്പിൾ കണ്ടാലും ഒരു ലക്കി സിമ്പിൾ കൈ വരച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. ഈ സിമ്പിൾ നിങ്ങളുടെ കയ്യിൽ വരച്ച് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി തുടരെ തുടരെ നിങ്ങളെ ഫോണിൽ വിളിക്കുകയും സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതുമാണ്. മാത്രമല്ല നിങ്ങളെ നേരിൽ വന്ന് കാണണമെന്നുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതുമാണ്. ഇതുമാത്രമല്ല, നിങ്ങളുടെ കൂടെ ധാരാളം സമയം ചിലവഴിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നതാണ്. ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി എത്ര ദൂരത്തിലാണെങ്കിലും ശരി, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വർക്കാകുന്നതാണ്. ഇനി ദിവസം മുഴുവനും ഈ ഒരു ചിഹ്നം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്ന നിർബന്ധമില്ല. ഒരു ദിവസത്തിൽ ഒരേ ഒരു പ്രാവശ്യം ഈ ചിഹ്നം നിങ്ങൾ വരച്ചാൽ മതിയാകും. ഇനി സിമ്പിൾ വരച്ചതിന് ശേഷം 1 മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ ഈ ചിഹ്നം ഉണ്ടായാൽ മാത്രം മതി. പിന്നീട് അത് മാഞ്ഞു പോയാലും വീണ്ടും ഇത് നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ സിമ്പിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ മനസ്സിൽ സങ്കല്പിച്ച് സന്തോഷത്തോടു കൂടി വേണം ഈ ചിഹ്നം അല്ലെങ്കിൽ ഈ സിമ്പിൾ നിങ്ങളുടെ ഉള്ളം കൈയിൽ വരയ്ക്കുവാൻ. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ പറഞ്ഞ രീതിയിൽ ഇത് ഫോളോ ചെയ്താൽ മിന്നൽ വേഗത്തിൽ റിസൾട്ട് നിങ്ങളെ തേടി എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.